5000 രൂപ മാസം തോറും നമ്മൾ മാറ്റിവെക്കുന്ന ആ ചെറിയ തുക 5 വർഷം കഴിയുമ്പോൾ അതൊരു വലിയ തുകയായി മാറണം. അതാണല്ലോ നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം. പക്ഷേ ഇവിടെയാണ് കൺഫ്യൂഷൻ തുടങ്ങുന്നത്. പഴയതുപോലെയല്ല ബാങ്കിൽ പോയി ഒരു RD ഇടണോ, അതെ ഈയിടെ എല്ലാവരും പറയുന്നത് പോലെ ഒരു SIP തുടങ്ങണോ? സംഗതി നിസ്സാരമല്ല. കാരണം ഇത് നിങ്ങളുടെ വിയർപ്പിന്റെ പണമാണ്. പണ്ട് നമ്മുടെ അച്ഛനമ്മമാർക്ക് ഈ ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു. നേരെ ബാങ്കിൽ പോകും, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോകും, ഒരു RD ബുക്ക് എടുക്കും, മാസാമാസം പണം അടയ്ക്കും. കാലാവധി തീരുമ്പോൾ കിട്ടുന്ന പണം കൊണ്ട് മക്കളുടെ കല്യാണമോ വീട് പണിയോ ഒക്കെ നടത്തും. ഒരു സമാധാനവുമുണ്ട്. ബാങ്ക് എഴുതി തരുന്ന ആ തുക കൃത്യമായി കയ്യിൽ കിട്ടും. ഇതിനെയാണ് നമ്മൾ ഗ്യാരണ്ടീഡ് റിട്ടേൺ എന്ന് പറയുന്നത്. 5 വർഷത്തേക്ക് ഏതാണ്ട് 7% പലിശയ്ക്ക് നിങ്ങൾ ഈ 5000 രൂപയുടെ RD ഇട്ടാൽ അവസാനം നിങ്ങളുടെ കയ്യിൽ ഏതാണ്ട് 3.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും. കൃത്യമായി പറഞ്ഞാൽ ഒരു 3,60,000-ത്തിനടുത്ത്. ഇവിടെ റിസ്ക് 0ആണ്, സമാധാനമായി ഉറങ്ങാം. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ പണത്തിന് ഇന്നുള്ള വില 5 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുമോ? വിലക്കയറ്റം, ഇൻഫ്ലേഷൻ എന്ന് നമ്മൾ പറയും. സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഈ 7% ലാഭം കൊണ്ട് മാത്രം നമ്മൾ എവിടെയും എത്തില്ല. സത്യം പറഞ്ഞാൽ ടാക്സ് കൂടി കൊടുത്തു കഴിയുമ്പോൾ RDയിൽ നിന്നുള്ള യഥാർത്ഥ ലാഭം വളരെ കുറവാണ്. ഇനി നമുക്കൊരു SIPയിലേക്ക് വരാം. മ്യൂച്വൽ ഫണ്ട് വഴി ഷെയർ മാർക്കറ്റിലാണ് ഇവിടെ പണം ഇടുന്നത്. മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലർക്കൊരു പേടിയുണ്ട്. പണം പോകുമോ അതോ പണം ഇരട്ടിക്കുമോ? ഇതൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യൻ എക്കോണമി വളരുകയാണ്. ടാറ്റയും റിലയൻസും ഒക്കെ വളരുമ്പോൾ അതിൻ്റെ ലാഭം നമുക്ക് കിട്ടണ്ടേ? അതിനുള്ള വഴിയാണ് SIP. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ കണക്ക് നോക്കിയാൽ ഒരു ശരാശരി മ്യൂച്വൽ ഫണ്ട് 12 മുതൽ 15% വരെ റിട്ടേൺ തന്നിട്ടുണ്ട്. ഇതേ 5000 രൂപ ഒരു SIPയിൽ 12% ലാഭത്തിൽ 5 വർഷം കിടന്നാൽ അത് 4 ലക്ഷത്തിന് മുകളിൽ പോകും. അതായത് RDയിൽ കിട്ടുന്നതിനേക്കാൾ 50,000 രൂപ കൂടുതൽ. വെറുതെ ഇരുന്ന് കിട്ടുന്ന 50,000 രൂപ ഒരു വർഷത്തെ നിങ്ങളുടെ സേവിങ്സ് ലാഭമായി കിട്ടുന്നതിന് തുല്യമാണിത്. സംഗതി ലാഭമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് ഗ്യാരണ്ടീഡ് അല്ല. മാർക്കറ്റ് താഴേക്ക് പോയാൽ ഈ നമ്പറിൽ മാറ്റം വരും. നമ്മൾ മിസ് ചെയ്യുന്ന ഇതാണ്. റിസ്ക് എന്ന് പറയുന്നത് വെറുതെ പണം കളയുന്നതല്ല. സമയം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, അതായത് ഈ 5 വർഷം എന്ന ലോങ് ടേമിൽ നോക്കിയാൽ മാർക്കറ്റിലെ ചെറിയ കയറ്റിറക്കങ്ങൾ നമ്മളെ ബാധിക്കില്ല. കോസ്റ്റ് ആവറേജിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. വില കുറയുമ്പോൾ കൂടുതൽ യൂണിറ്റുകൾ നമ്മൾ വാങ്ങും, വില കൂടുമ്പോൾ ലാഭം കുറയും. അതൊരു സീസോ പോലെയാണ്. പിന്നെ ടാക്സിന്റെ കാര്യം. RDയിൽ നിന്ന് കിട്ടുന്ന പലിശയ്ക്ക് നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് ടാക്സ് കൊടുക്കണം. 30% ടാക്സ് ബ്രാക്കറ്റിൽ ഉള്ള ഒരാളാണെങ്കിൽ കയ്യിൽ കിട്ടുന്ന ലാഭം പിന്നെയും കുറയും. എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ 1 ലക്ഷം രൂപ വരെയുള്ള ലാഭത്തിന് ടാക്സ് ഇളവുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ ലോങ് ടേമിൽ ഒരു SIP തന്നെയാണ് ഒരു പടി മുന്നിൽ നിൽക്കുന്നത്. ഇനി ഞാൻ പറയുന്ന ആലോചിച്ച് നോക്കണം. നിങ്ങൾക്ക് 5 വർഷം കഴിഞ്ഞ് കൃത്യം ഒരു തുക വേണം. അതിൽ 1 രൂപ പോലും കുറയാൻ പാടില്ല എന്നാണോ? എങ്കിൽ ബാങ്ക് RD തന്നെയാണ് നല്ലത്. അതല്ല, എനിക്ക് അല്പം റിസ്ക് എടുത്താലും പണം നല്ല രീതിയിൽ വളരണം, ഇൻഫ്ലേഷനെ തോൽപ്പിക്കണം എന്നാണോ? എങ്കിൽ ഒരു SIP നോക്കാം. ഇനി ഞാൻ പറയുന്ന ഒന്ന് ആലോചിച്ച് ചിന്തിക്കണം. പലരും ചെയ്യുന്ന ഒരു ബുദ്ധിപരമായ നീക്കമുണ്ട്, ഹൈബ്രിഡ് അപ്രോച്ച്. ഈ 5000 രൂപയെ 2ആയി വിഭജിക്കുക. പകുതി സുരക്ഷിതമായ RDയിലേക്ക്, പകുതി വളർച്ചയുള്ള SIPയിലേക്ക്. അതാകുമ്പോൾ ഒരു ബാലൻസ് കിട്ടും. മാർക്കറ്റ് വീണാലും RD നമ്മളെ താങ്ങും, മാർക്കറ്റ് കയറിയാൽ SIP നമ്മളെ രക്ഷിക്കും. ഇനി ഒരു കാര്യം എപ്പോഴും ഓർക്കണം, മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടിട്ടല്ല നമ്മൾ പണം മാറ്റിവെക്കേണ്ടത്. നമ്മുടെ ആവശ്യവും നമ്മുടെ സാഹചര്യവും നോക്കിയിട്ടാകണം. 5 വർഷം എന്നത് ചെറിയൊരു കാലയളവല്ല. അതുകൊണ്ട് ഇന്ന് എടുക്കുന്ന തീരുമാനം നാളെ ഗുണം ചെയ്യണം. സംഗതി നിസ്സാരമല്ല എന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? പണം എവിടെ ഇടണം എന്നതിൽ ഇപ്പോഴും സംശയമുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറോട് സംസാരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ അധ്വാനമാണ്, അത് വെറുതെ കളയരുത്. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു SEBI രജിസ്ട്രേഡ് അഡ്വൈസറുമായി സംസാരിക്കുക.